നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന പ്രേക്ഷകർക്ക്, അതായത് നമ്മുടെ ട്യൂട്ടോറിയൽ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക്, അതിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ സ്കെച്ചപ്പിൽ 3D മോഡലിംഗ് ചെയ്യുന്നവർക്കും വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ചിലർക്കെങ്കിലും ഉള്ള ഡൗട്ടായിരിക്കാം ഞാൻ ഈ പറയാൻ പോകുന്നത്. ഈ കാണുന്ന കിച്ചന്റെ 3D നിങ്ങൾ ഒരു ക്ലയന്റിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ സാധാരണ നിങ്ങൾ ചെയ്യുന്ന എന്താണ്? ഇതിനെ റെൻഡർ ചെയ്ത് ഒക്കെയാണ് കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് റെൻഡർ ചെയ്യാൻ അറിയില്ല, അത് മാത്രമല്ല നിങ്ങളെ സിസ്റ്റം അത് സപ്പോർട്ട് ചെയ്യുന്നില്ല, റെൻഡറിങ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങളുടെ സിസ്റ്റം അത് സപ്പോർട്ട് ചെയ്യുന്നില്ല ഉണ്ടെങ്കിൽ, സ്കെച്ചപ്പിന് നിങ്ങളെ സിസ്റ്റത്തിന് കുഴപ്പമൊന്നുമില്ല, സ്കെച്ചപ്പ് നിങ്ങളെ സിസ്റ്റത്തിൽ നന്നായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇത് നമ്മൾ നോർമൽ ആയിട്ടുള്ള സ്കെച്ചപ്പ് മോഡലാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനേതാ ഇങ്ങനത്തെ ഒരു എഫക്റ്റ് കണ്ടല്ലോ, ഞാൻ ഓഫ് ചെയ്തു, ഓൺ ചെയ്തു, ഒരു ഷെയ്ഡ് എഫക്റ്റ് കൊടുത്ത് ഏകദേശം ഒരു റെൻഡറിങ് ലുക്ക്, സ്കെച്ചപ്പിലെ ഒരു റെൻഡറിങ്ങിന്റെ ഒരു ലുക്ക് കൊണ്ടുവന്ന് നമുക്ക് ഇത് PDF ആയിട്ട് കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യാൻ സാധിക്കും. PDF ആയിട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഞാൻ സ്കെച്ചപ്പിൽ നിന്നും ഡയറക്റ്റായിട്ട് PDF ആയിട്ട് കൊണ്ടുപോവുക എന്ന് അല്ല ഉദ്ദേശിച്ചത്. കാരണം സ്കെച്ചപ്പിൽ നിന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് PDF ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ടെക്സ്ചർ നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഒരു തേർഡ് പാർട്ടി ആപ്പിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. അതിനേക്കാളും നല്ലത് സ്കെച്ചപ്പിന്റെ തന്നെ ലേഔട്ട് വഴി കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഷർമെന്റും കാര്യങ്ങളും എല്ലാം മാർക്ക് ചെയ്ത് ഒരു ക്ലയന്റിന് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ഇത് പ്രസന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഈ ഷാഡോ ഓപ്പൺ ആക്കണമെന്ന് നോക്കാം. ഡിഫാൾട്ട് ട്രൈ എടുക്കുക, ഇതിൽ സ്റ്റൈലിലേക്ക് വരിക. ഉണ്ടോ, സ്റ്റൈലിൽ നിന്ന് ഇങ്ങനെ കിടക്കുകയായിരിക്കും, നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഇത് ബോക്സ് ഓൺ ആകും. ഇതിൽ എഡിറ്റിൽ പോവുക, ഇവിടെ ഫേസ് സെറ്റിംഗ്സിൽ, അതാണ് ഈ ബട്ടൺ, ഫേസ് സെറ്റിംഗ്സിൽ മെറ്റീരിയൽ ട്രാൻസ്പെറൻസിക്ക് താഴെയായിട്ട് ആംബിയന്റ് ഒക്ലൂഷൻ എന്നുള്ള ഈ ഒരു ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അത് ടിക്ക് ചെയ്യുമ്പോൾ തന്നെ ദാ ഇവിടെ ഷാഡോയും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസ്റ്റൻസും ഇന്റൻസിറ്റിയും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതിനെ ഒന്ന് JPEG ആയിട്ട് സേവ് ചെയ്യാം. എക്സ്പോർട്ട് 2D ഗ്രാഫിക് എക്സ്പോർട്ട്. ഇതിപ്പോൾ നമ്മൾ JPEG ആയിട്ട് സേവ് ചെയ്ത ഫയലാണ്. ഇപ്പോൾ റെൻഡറിങ് സോഫ്റ്റ്വെയർ വെച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിന് കുറച്ച് ഗ്ലോസി എഫക്റ്റും ഇവിടെ ഈ നമ്മുടെ ഈ ഗ്രാനൈറ്റിന് ഗ്ലോസി എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ചും കൂടെ ഒരു റിയാലിറ്റിക്കായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. ഇതിപ്പോൾ നമുക്ക് മനസ്സിലാകും ഇതാണ് കിച്ചനാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇന്ന ലാമിനേഷനാണ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ. ഇനി ഞാനിവിടെ സീൻ സെറ്റ് ചെയ്യുകയാണ്. അതിലെ സീൻ എന്ന് പറയുന്ന ഇതിൽ ഈ പ്ലസ് പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ക്രിയേറ്റ് സീൻ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ സീൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ വേണമെങ്കിൽ റീനെയിം കൊടുക്കാം. ഞാനിവിടെ റീനെയിം കൊടുക്കുന്നു, കിച്ചൺ 3D എന്ന് കൊടുത്ത് എൻ്റർ ചെയ്തു. അപ്പോൾ ഇവിടെ സീനിൽ അതുപോലെ തന്നെ റീനെയിം ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഫയലിൻ്റെ ഇവിടെ മുകളിലായിട്ടും കിച്ചൺ 3D എന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാലും നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എങ്ങനെയാണോ നേരത്തെ നിർത്തിയിരുന്നത് ആ രീതിയിൽ അത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു മോഡല് ക്ലയൻറ്റിൻ്റെ മുമ്പിൽ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, നമ്മൾ വലുതായിട്ട് റെൻഡർ ചെയ്യാതെ. അപ്പോൾ അത് ചെയ്യുന്നതിന് നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം നമ്മൾ ചെയ്യുന്നത് ലേഔട്ടിലാണ്. അപ്പോൾ ലേഔട്ടിൽ ഈ ഒരു 3D മാത്രം കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഇതിൽ വെച്ചുകൊണ്ട് നമുക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡുകൾ, അതായത് ഈ ഒരു സൈഡും ഇപ്പുറത്തെ സൈഡും കറക്റ്റായിട്ട് എടുത്താൽ മാത്രമേ നമുക്ക് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ലേഔട്ടിൽ കൊണ്ടുപോയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഭാഗം എടുക്കുകയാണ്, അതിൻ്റെ ഒരു പ്ലാൻ വ്യൂ. ഇപ്പം 3D വ്യൂ ആണ് നമ്മളിപ്പോൾ എടുത്ത് വെച്ചത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പല സൈഡിലുള്ള 3D വ്യൂ ആണെങ്കിൽ ഇതുപോലെ കിച്ചൺ 3D എന്ന് പറഞ്ഞ് 1 2 3 എന്ന് പറഞ്ഞു വേണമെങ്കിൽ സേവ് ചെയ്യാം. അത് അതുപോലെ നമുക്ക് ലേഔട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഹുഡ് വ്യൂ, ഹുഡ് എന്ന് പറയുന്നത് നമ്മുടെ ചിമ്മിനിയെ ഹുഡ് എന്നും അടുപ്പിനെ ഹോബ് എന്നുമാണ് പറയുന്നത്. ഈ ഒരു 3D വ്യൂവിനെ ഞാൻ ഒരു പ്ലാൻ വ്യൂ 2D പ്ലാൻ വ്യൂ ആക്കി മാറ്റുകയാണ്. കാരണം നമുക്ക് മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്യാൻ വേണ്ടി ആയിട്ട്. ഓക്കെ, നമുക്കതെങ്ങനെയാന്ന് നോക്കാം. ഞാൻ ഇതിൻ്റെ ഇവിടെ മുകളിൽ വന്ന് വ്യൂസിൽ വന്നിട്ട് ഫ്രണ്ട് വ്യൂ എടുക്കുകയാണ്. ഫ്രണ്ട് വ്യൂ എടുത്തു. പക്ഷേ ഫ്രണ്ട് വ്യൂ എടുക്കുമ്പോൾ ഇതൊരു 3D വ്യൂവിൻ്റെ ഇതിലാണ് കിടക്കുന്നത്. അതിന് നമുക്ക് ഇവിടെ ക്യാമറയിൽ വന്നിട്ട് പാരലൽ പ്രൊജക്ഷൻ എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ 2D വ്യൂ ആയിട്ട് മാറി. ഇതിലാണ് നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ നമുക്ക് ഇവിടെ ഒരു സീൻ സെറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഇപ്പം നിങ്ങൾ നോക്കുക, ചിലപ്പോൾ നിങ്ങൾ ഇതുപോലെ എടുക്കുമ്പോൾ ഈ ബാക്കിലൊക്കെ കളർ വേരിയേഷൻ കാണും. അതായത് സ്കെച്ചപ്പിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ടല്ലോ, അതെങ്ങനെ മാറ്റണേം കൂടെ എന്നുള്ളതും കൂടെ ഞാനിപ്പോൾ പറഞ്ഞുതരാം.
അതായത് ഇവിടെ ഇപ്പോൾ ഇത് കിടക്കുന്നത് ഫേസ് സെറ്റിങ്സിലാണ് കിടക്കുന്നത്. അതായത് സ്റ്റൈലിൽ എഡിറ്റിൽ ഫേസ് സെറ്റിങ്സിലാണ് കിടക്കുന്നത്. അത് ഞാൻ നേരെ ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്സ് എന്നുള്ളതിൽ വരുന്നു. ഇവിടെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് വൈറ്റ് ആക്കി മാറ്റാൻ പറ്റും. ചിലപ്പോൾ ഇങ്ങനത്തെ വല്ല കളറിലൊക്കെ ആയിരിക്കാം നിങ്ങളുടെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഓക്കെ കൊടുക്കണമെങ്കിൽ കണ്ടോ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വന്നേക്കുന്ന കളറ്. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടി നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇതിനെ മുകളിലേക്കാക്കി നമുക്ക് വൈറ്റ് ആക്കി മാറ്റാം. അതുപോലെ സ്കൈയുടെ കളറും അതുപോലെ തന്നെയാണ്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോൾ നോക്കുക ഏതെങ്കിലും ഒരു ആംഗിൾ എടുക്കണ്ടോ, സ്കൈ കണ്ടോ ഇങ്ങനെ ആയിരിക്കാൻ വരുന്നത്. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, അതിനെ വൈറ്റ് ആക്കി അങ്ങ് മാറ്റണം. എന്നാലും നമ്മൾ വൈറ്റ് പേപ്പറിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇത് മാത്രമായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന സാധനം മാത്രമായിട്ട് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കത്തുള്ളൂ. അതുപോലെ ഗ്രൗണ്ട് ചിലപ്പോൾ ഇങ്ങനെ ടിക്ക് ചെയ്തായിരിക്കും കിടക്കുന്നത്. ഗ്രൗണ്ട് നമുക്കിവിടെ ആവശ്യമില്ല. ഇതെല്ലാം നമുക്ക് അങ്ങ് മാറ്റി വൈറ്റ് ആക്കാം. നമ്മൾ എന്താണോ കൊണ്ടുവരുന്നത് അത് മാത്രം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന വിധത്തിൽ നമ്മുടെ ആ ഒരു 2D ഡ്രോയിങ്ങിനെ നമ്മൾ കറക്റ്റ് ചെയ്യണം. ഇനി ഞാൻ ഇതിവിടെ ഇതും സീൻ സെറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെയും സീൻ ഞാൻ സെറ്റ് ചെയ്യുന്നു. ഇപ്പം എങ്ങനെയാണോ എനിക്ക് സൈസ് വേണ്ടത് ആ സൈസിൽ നിർത്തിക്കൊണ്ട് ഞാനത് സീൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പ്ലസ് എന്നുള്ള ഈ ബട്ടണിൽ അമർത്തി അപ്പോൾ സീൻ 2 എന്ന് വന്നു. ഇനി സീൻ 2ൻ്റെ നെയിമും ഞാൻ മാറ്റുകയാണ്. നമുക്കിതിനെ ഹുഡ് വ്യൂ എന്ന് കൊടുക്കാം. എന്നിട്ട് ഞാൻ എൻ്റർ ചെയ്തു. ഇപ്പോൾ കിച്ചൺ 3D എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3D കിച്ചൺ ഒരു 3D ആയിട്ട് നമുക്ക് കാണാം. അതിന് ഹുഡ് വ്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹുഡ് വ്യൂ മാത്രമായിട്ട് നമുക്ക് കാണാം. ഇതിൽ നമുക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ്, അതായത് സിങ്ക് വരുന്ന, ഞാൻ ഇവിടെ സിങ്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ സിങ്ക് വരുന്ന ഭാഗവും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലെ ആക്കിയെടുക്കണം. പഴയ ക്ലാസ്സുകളിലും ഞാൻ ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ലേഔട്ടിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ലേഔട്ടിൽ എങ്ങനെയാണ് നമുക്ക് ലേഔട്ടിലേക്ക് നമ്മുടെ ഈ മോഡലിനെ കൊണ്ടുവന്ന് മാർക്ക് ചെയ്ത് ക്ലയൻറ്റിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഇതിൽ ഒന്നും കൂടെ പറയുന്നത്, ചിലപ്പോൾ അതിൽ വരാത്തതും ആവാം. അത് മനസ്സിലാക്കി വീഡിയോ കാണുക. ഇനി നമുക്ക് സിങ്ക് സൈഡാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വ്യൂവിൽ വന്നിട്ട് അതിൽ നമ്മളിപ്പം ഫ്രണ്ട് വ്യൂ എടുത്തു. ഇനി അടുത്തത് നമ്മൾ എടുക്കേണ്ടത് റൈറ്റ് സൈഡ് വ്യൂ ആണ്. റൈറ്റ് സൈഡ് വ്യൂ എടുക്കുമ്പോൾ കണ്ടില്ലേ അവിടെ ഒരു ഡോർ ഞാൻ കൊടുത്തേക്കണോണ്ട് അതിനകത്തൂടെ നമുക്ക് കാണാമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ സെക്ഷൻ ചെയ്യണം. സെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ക്യാമറ വ്യൂ അത് പാരലൽ എന്നുള്ളത് റെസ്പെക്റ്റീവ് വ്യൂവിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് അതൊന്ന് എഡിറ്റ് ചെയ്യാൻ കറക്റ്റായി കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെക്ഷൻ എടുക്കാം. ഞാൻ ഈ സൈഡ് സെക്ഷൻ ചെയ്യുകയാണ്. ഓക്കെ, സെക്ഷൻ 2. ഓക്കെ, ഇനി നമുക്ക് ഓക്കെ. ഇനി എന്ത് ചെയ്യണം, റൈറ്റ് വ്യൂ എടുക്കാം. അപ്പോൾ റൈറ്റ് വ്യൂ എടുക്കുന്നത് ഇങ്ങനെ വന്നു. ഇനി ഇതിൽ വേറൊരു സെക്ഷൻ കൂടെ കിടപ്പുണ്ട്. നമുക്ക് ആ സെക്ഷൻ തൽക്കാലം നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ആ റൈറ്റ് വ്യൂ എടുത്തു. ഇതിൽ നമുക്ക് വീണ്ടും ക്യാമറ മാറ്റി പാരലൽ പ്രൊജക്ഷനിലോട്ടാക്കാം. ഈ ഒരു സിങ്ക് സൈഡ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ സെക്ഷൻ്റെ ഈ മാർക്കിങ് അത് നമുക്കങ്ങ് മാറ്റാം. ഹൈഡ് ചെയ്തു. ഓക്കെ, അതിവിടെ ബട്ടൺ സെക്ഷനിൽ ഇതങ്ങ് മാറ്റിയാൽ മതി. ഇതൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വിശദമായി ഇനി കൊണ്ടുപോകുന്നില്ല. മാറ്റുന്നു. അപ്പോൾ ഇതായി. ഇനി നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ ഈ ഭാഗം ചിലപ്പോൾ ബ്ലാക്ക് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അത് എങ്ങനെയാണ് അത് മാറ്റേണ്ടതെന്ന് കൂടെ പറഞ്ഞു തരാം. ഇവിടെ മോഡലിംഗ് സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് എഡിറ്റിൽ ഈ താഴെയായിട്ട് മോഡലിംഗ് സെറ്റിംഗ് അതിൽ കണ്ട സെക്ഷൻ ഫിൽ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് കിടക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ ബ്ലാക്ക് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ബ്ലാക്ക് വരുമ്പോൾ ഇത്രയും ഇങ്ങനെ ബ്ലാക്ക് ആയിരിക്കും. നമ്മൾ പ്രിൻ്റ് എടുക്കുമ്പോൾ കുറേ മഷിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചിലവാകും. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ ജസ്റ്റ് ഒന്നങ്ങ് കുറയ്ക്കണം. നമുക്ക് ഈ ഒരു കളർ മതി സെക്ഷനിൽ. ഓക്കെ, അപ്പോൾ കണ്ട ഈ ഒരു കളർ കിടക്കും. ഇതും മഷി കൂടുതലെടുക്കും. കുറച്ചും കൂടെ നമുക്കൊന്ന് അതിനെ ഡാർക്ക്നെസ് അങ്ങ് മാറ്റി എടുക്കാം. കൂടുതൽ നമ്മൾ വൈറ്റിലോട്ട് കൊണ്ടുപോകണ്ട. അത് സെക്ഷനായിട്ട് തന്നെ കാണത്തക്ക വിധത്തിൽ കിടന്നാൽ മതി. കേട്ടോ, ഇങ്ങനെ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് ഓക്കെ ആയി. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെയും നമുക്ക് സീൻ സെറ്റ് ചെയ്യാം. ഞാനിവിടെ സീൻ സെറ്റ് ചെയ്യുന്നു. അതിനും ഞാൻ സിങ്ക് സൈഡ് എന്ന് കൊടുക്കുന്നു. എൻ്റർ ചെയ്തു. അപ്പോൾ സിങ്ക് സൈഡ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം. കിച്ചൺ 3D ആയി. ഓക്കെ, ഹുഡ് വ്യൂ ആയി. അല്ലെങ്കിൽ ഹുഡ് സൈഡ് എന്ന് കൊടുത്താലും മതി. കണ്ടോ, എല്ലാം ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക്. കാരണം ഇതിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ആ സൈഡ് മനസ്സിലായില്ല. കുറച്ചും കൂടെ നമ്മുടെ ആ സെക്ഷൻ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ ആ ഹുഡ് കാണത്തക്ക വിധത്തിൽ നമുക്കിതിനാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ട ഹുഡ് നിൽക്കുന്നതും കൂടെ പ്രത്യേകിച്ച് കാണാൻ പറ്റും. എന്നിട്ട് ഇതിലെന്തെങ്കിലും ചേഞ്ച് വരുത്തിയതിന് ശേഷം നമുക്ക് ഈ സിങ്ക് സൈഡ് മുകളിൽ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ, നമ്മൾ സീൻസ് എല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കാണിച്ചേക്കല്ലേ. അപ്പോൾ അതിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ
നമ്മൾ എന്തെങ്കിലും ഒരു വേരിയേഷൻ അതിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലായിട്ട് അപ്ഡേറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ സൈഡും ഇപ്പോൾ നമ്മൾ ഓൾറെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു 3D വ്യൂ ആയിട്ടുണ്ട്. ഈ ഒരു വ്യൂ കൊണ്ട് മാത്രം നമുക്കൊരു ക്ലയൻറ്റിനെ കാണിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള വ്യൂകളെല്ലാം ഇതുപോലെ ഓരോ സീനായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിതിൽ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് ഒറ്റ സീന് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതിൽ കിച്ചൺ 3D ആയി, ഇപ്പം നമുക്ക് അടുത്ത വേണ്ട ഹുഡ് വ്യൂ ആയി, സിങ്ക് സൈഡായി അല്ലേ, ഇത്രയും സൈഡിൽ നമുക്കായി. ഇതെല്ലാം കൂടെ ആക്കിയതിന് ശേഷം എന്ത് ചെയ്യണം, ഒന്നും കൂടെ ഇതിനൊന്ന് സേവ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫയലിനെ നേരെ ലേഔട്ടിലേക്ക് കൊണ്ടുപോകാം. ഫസ്റ്റ് പാർട്ട് ഞാനിവിടെ നിർത്തുകയാണ്. കാരണം ഇത് അറിഞ്ഞൂടാത്ത ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എങ്ങനെയാണ് ലേഔട്ടിലേക്ക് കൊണ്ടുപോവേണ്ടത് എന്ന് അറിഞ്ഞൂടാത്ത ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചെയ്ത് പഠിക്കുക. ഞാനൊരു 10 മിനിറ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് മാത്രമേ ഞാൻ ഇനി അങ്ങോട്ട് ചെയ്യുന്നുള്ളൂ. അത് നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ നിങ്ങൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇനിയുള്ള എൻ്റെ ക്ലാസ്സുകൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലോ നിങ്ങൾ ഇടുക. ഞാൻ അതനുസരിച്ച് ഇനിയുള്ള ക്ലാസ്സുകളിൽ, മെമ്പേഴ്സിനുള്ള ക്ലാസ്സുകളിൽ അതിൻ്റെ ക്ലിയറൻസും ഒക്കെ നടത്തിയായിരിക്കും പോകുന്നത്. 10 മിനിറ്റ് അല്ലെങ്കിൽ 11 മിനിറ്റ് ഇതിനകത്തായിരിക്കും എൻ്റെ ഓരോ വീഡിയോയും ഇനി വരാൻ പോകുന്നത്. മാക്സിമം നിങ്ങൾ ചെയ്ത് പഠിക്കുക, ചുമ്മാ കണ്ട് കളയാതെ. ഞാനൊരു അരമണിക്കൂർ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചുമ്മാ കണ്ടുപോകും. പിന്നെ നിങ്ങൾ ചുമ്മാ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളായിരിക്കും. ഇത് മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളെല്ലാം മാറും. അപ്പോൾ എന്തായാലും ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ തീരുന്നു. അടുത്ത എപ്പിസോഡ് ഉടൻ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.